എനിക്ക് 22 വയസ്സാണ്. രാവിലെ തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാം. ഞാനിരുന്നിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, ആൻഡ് വിഷ് മീ. അമ്മ എനിക്ക് 22 വയസ്സ് തികയുന്ന ഈ വേളയിൽ അമ്മയ്ക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഈ പുട്ടൊന്നും ചെയ്താൽ അപ്പോൾ ഞാൻ അമ്മയ്ക്ക് പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചു കൊടുത്തിരുതാ, കണ്ണൊക്കെ എഴുതാൻ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ പോകേണ്ടത് അമ്പലത്തിലേക്കാണ്. എൻ്റെ കൂടെ വരുന്നത് ശ്രീലക്ഷ്മി കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. ഇത് ഫുള്ളായിട്ടൊന്നും കാണത്തില്ല, വെളി കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ നിന്നുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഇതാട്ടോ ശ്രീലക്ഷ്മി. ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ കണ്ടെത്തി വന്നു. ശ്രീലക്ഷ്മി നോക്ക്, ഞങ്ങൾ രണ്ടുപേരോടാണ് വന്നത്. എവിടെ? അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ കുരുവിയെ കൂടെ കണ്ടത്. എന്ത് രസമല്ലേ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ 10 വന്നു. അതിൻ്റെയാണ് ഈ മുഖത്തെ കടുപ്പ്. എന്തുവാ, ഞാൻ വെല്ലിച്ചൻ്റെ വീട്ടിൽ പോയി ശ്രീലക്ഷ്മിയെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ പോയി. ഞാൻ സുന്ദരിയായിട്ടുണ്ടോന്ന് എൻ്റെ അമ്മയുടെ സെലക്ഷൻ ഡ്രസ്സ് ഉണ്ടത് കൊള്ളാം. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാനിന്നൊരു ആലോചിച്ചു എന്തൊരു കളറായി, അമ്മ എന്തൊരു സെലക്ഷൻ സെലക്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്റെ സെലക്ഷൻ ഒന്നും മോശമാകാറില്ല. പോയെടുത്തൊക്കെ തിരക്കുണ്ടായിരുന്നു. തിരക്കുണ്ടായിരുന്നോണ്ട് കഥയും പാചകം അടിച്ചോണ്ടിരുന്ന ആകത്തില്ല മനുഷ്യ. ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോവാം അച്ഛൻ്റെ കൂടെ. ഡ്രസ്സ് മാറിയിട്ട് വന്ന് ചിക്കൻ കറിയും ബിരിയാണിയും വെക്കുവാണ്. ചിക്കൻ കറി അമ്മ, ബിരിയാണിയുടെ കൂട്ടൊക്കെ ഞാൻ വെക്കാൻ പോവാം. വേർത്ത് പകുതിയായി. എന്നിട്ടാണ് ഞങ്ങൾ അമ്മ പറയുന്നത് ഫോൺ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ സമയം പോകുന്നത്. അപ്പോൾ എല്ലാം ചെയ്തിട്ട് കാണിച്ചായിരുന്നു. അമ്മയ്ക്ക് എന്താ അഭിപ്രായം? അത് തന്നെ മൊബൈലിന് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ സാധനം ഇവിടെ റെഡിയായി. അങ്ങനെ ബർത്ത്ഡേ സാധനങ്ങളെല്ലാം റെഡിയായി. ഇനി വെളിച്ചെണ്ണയായി വരണം, കേക്ക് മുറിക്കണം, കേക്ക് മുറിക്കണം, പിന്നെ ബിരിയാണി കഴിക്കണം. അപ്പോൾ ഓൾ സെറ്റ്. അച്ഛനും മിയായും വെല്ലിച്ചനും ഒക്കെ വന്നപ്പോഴത്തേക്കിനും ഞാൻ കേക്ക് മുറിക്കാൻ തുടങ്ങി. വീഡിയോ കോളിൽ പാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം കേക്ക് മുറിച്ച് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. കഴിഞ്ഞ 2 വർഷമായിട്ട് പാറു എൻ്റെ ബർത്ത്ഡേക്കൊന്നുമില്ല, കാരണം അവളിവിടെ നാട്ടിലില്ല. അതിലെനിക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. ജോലിയൊക്കെ ആയിട്ട് പുറത്ത് പോയതല്ലേ, കുഴപ്പമില്ല. പക്ഷെ ഒരു കോളിനപ്പുറം അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ പോകാട്ടോ. ഇന്ന് എല്ലാ പ്രാവശ്യത്തെക്കാളിലും വിപരീതമായിട്ട് അമ്മ എനിക്ക് ബിരിയാണി വെച്ച് തന്നു. ഞാൻ വെച്ചതാ വെല്ലിച്ച. എങ്ങനുണ്ട് ബിരിയാണി? വെല്ലിച്ച എന്താണ് ബർത്ത്ഡേ ആയിട്ട് എന്നോട് പറയാനുള്ളത്? ഫ്രൈഡ് റൈസ് സൂപ്പർ, ചിക്കൻ സൂപ്പർ, ശകലം എരിവ് കൂടുതലുണ്ട്, എന്നാലും പ്രശ്നമില്ല. പപ്പടം നല്ലതാണ്. പിന്നെ അപ്പൊ എല്ലാം നല്ലതാണ്. ബർത്ത്ഡേ ആയിട്ട് എന്നോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? നാളെ രാവിലെ 7:30 ഒരു 5:45 5:30 ഇങ്ങനെ നടക്കാൻ പോകണം. ഞാൻ മാത്രമാണ് സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കുന്നത്. 6 കോൾ ചെയ്യുന്നു. അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളും കഴിക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. എൻ്റെ അമ്മ വെച്ചതുകൊണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെടുമല്ലോ.
അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വെല്ലിച്ചൻ അവിടെ ഇരുന്ന് എൻ്റെ യൂട്യൂബ് ചാനലിനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ അമ്മയുണ്ട്. എനിക്ക് അച്ഛൻ ബർത്ത്ഡേക്ക് എന്ന ഗിഫ്റ്റാട്ടോ ഇത്. ഇതെന്തിനാ തന്നെന്ന് ചോദിച്ചപ്പോൾ പറയാം, ഇനിയെങ്കിലും കുറച്ച് ബുദ്ധി വെക്കട്ടെന്ന്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് അവസാനിച്ചു. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേയും എനിക്കൊരുപാട് സ്പെഷ്യലായിരുന്നു. എൻ്റെ ഈ ബർത്ത്ഡേ സ്പെഷ്യലാക്കിയ എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക് യു ഞാൻ പറയുകയാണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഒരുപാട് ഇഷ്ടമായി എൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ. ഐ ആം സോ ഹാപ്പി ടുഡേ. ഇനി ഇന്നടുത്ത കുറച്ച് ഫോട്ടോസൂടെ കണ്ടിട്ട് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ.